ഈ 10 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇവരെന്തിനാണ്, അതായത് അത്രയും വെൽത്തുള്ള 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് എസ്പെഷ്യലി നമ്മുടെ കേരളത്തിന് പുറത്തുള്ള മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഈ പഠിക്കുന്ന കുട്ടികൾ, ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ, അല്ല അവരുടെ പേരൻസിന് ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററും ആൾക്കാരൊക്കെ പറയുന്നത് പോലെ, നമ്മുടെ വിദഗ്ധരൊക്കെ പറയുന്നത് പോലെ, തീർച്ചയായിട്ടും അവർക്കൊരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം തുടങ്ങിയിട്ട് അത് നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിന് തീർച്ചയായിട്ടും സഹായം ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാതെ ഇങ്ങനെയുള്ള ഉഡായിപ്പ് കാര്യങ്ങൾ ചെയ്യുന്നു, ഓക്കെ, അവരുടേതായിട്ടുള്ള ചിന്താഗതികളാണ്, അവരുടെ പൈസ എങ്ങനെ ചിലവാക്കാൻ അവരുടേതായിട്ടുള്ള, ഓക്കെ, മനസ്സിലാവും. പക്ഷേ ഇങ്ങനെയുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്തിനു ചെയ്യുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാനായിട്ട് പോവുകയാണ്. ഒരു ഇൻട്രോ മാത്രം തന്നേ ഉള്ളൂ. സോ ഈ ഒരു വീഡിയോ ഭാഗത്തിൻ്റെ പ്രധാന അജണ്ട, അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് 2024 നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. SSCൻ്റെ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ഞാൻ തന്നെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ സ്ലൈഡൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2025-24 കേട്ടോ, ആ ഒരു ടൈമിലായിരുന്നു. 25 ആ ഒരു ഏകദേശ സമയം, ഡിസംബർ, അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. എഡ്യൂക്കേറ്റി ഇഷ്യൂ ലൈഫ് ട്രാക്ക് മലയാളം വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. മലയാളത്തിൽ ആരും ആ വീഡിയോ കേരളത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനും ചെയ്യേണ്ടതെന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ SSCനെ കുറിച്ചിട്ട് കേരളത്തിലുള്ള കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കാൻ വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ഒരു 90-80% വലിയൊരു പങ്ക് തന്നെ നമ്മൾ വഹിച്ചിട്ടുണ്ട്. കൂടുതൽ കുട്ടികൾക്കും പണ്ടൊന്നും ഇതിനെപ്പറ്റി വലിയൊരു ധാരണ ഇല്ലായിരുന്നു. നമ്മൾ തുടങ്ങിയിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് 5 വർഷത്തെ പിന്നിടുകയാണ്. ഇത് 6ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു ടൈം മുതലേ നമ്മൾ SSC അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ജോബിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ കൊടുത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം, ഈ സെൻട്രൽ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ കുട്ടികൾക്കൊഴികെ ഭൂരിഭാഗം ആൾക്കാർക്കൊന്നും ഇതിനെപ്പറ്റി ധാരണ ഉള്ളവരും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൂടുതൽ ഫെമിലിയർ ആകാൻ തുടങ്ങിയത് ഇതിനെ കുറച്ചുകൂടെ എളുപ്പത്തിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ, ഡെലിവറി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. പിന്നീട് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇതിൻ്റെ പോപ്പുലാരിറ്റി പതിയെ കൂടി വരാനായിട്ട് തുടങ്ങി. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയാം, നമ്മുടെ ഈ GD പോസ്റ്റിനൊക്കെ പണ്ട് 25 അതുപോലെ തന്നെ 30, 18 കട്ട് ഓഫ് വന്ന ടൈമുകൾ ഉണ്ടായിരുന്നു. അതായത് 20 ആ ഒരു അടുത്തൊക്കെ ആയിട്ട് കട്ട് ഓഫ് വന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ പേര്, അതായത് കേരളത്തിന് സെപ്പറേറ്റ് വേക്കൻസി ആണല്ലോ, അപ്പോൾ കൂടുതൽ പേര് അറിയാൻ തുടങ്ങി, കട്ട് ഓഫ് ഇൻക്രീസ് ആവാനായിട്ട് തുടങ്ങി. ഈടെ വന്നിട്ടുള്ള കട്ട് ഓഫ്, ഐ തിങ്ക് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫുകളൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പലർക്കും ഫീമെയിൽസിൻ്റെ ഒക്കെ നോക്കിയാൽ നല്ല ഹൈ കട്ട് ഓഫ് ആണ് വരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുമ്പ് 2025 ആ ഒരു സമയത്തേക്കെല്ലാം എഡ്യൂക്കേറ്റി വെൻഡറായിട്ട് വന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എഡ്യൂക്കേറ്റി ബാൻ ചെയ്തിട്ടുള്ളൊരു വെൻഡറാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഇഷ്യൂ വന്നതിന് ശേഷമാണ് നമ്മളങ്ങനെ വീഡിയോ ചെയ്തത്. അതും പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ടായിരുന്നു നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ എഡ്യൂക്കേറ്റി നടത്തുന്നതിന് മുമ്പ്, എഡ്യൂക്കേറ്റി എന്ന് പറയുന്ന വെൻഡർ നടത്തുന്നതിന് മുമ്പ് നമുക്ക് TCS ആയിരുന്നു പരീക്ഷ നടത്തിക്കൊണ്ടിരുന്നത്. അത് ടാറ്റൻ്റെ ഒരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനി നടത്തുമ്പോൾ പ്രശ്നങ്ങളില്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നിട്ടൊന്നുമില്ല, മേ ബി ഉണ്ടാവാം, ചെറിയ ഇഷ്യൂസും മൈന്യൂട്ടായിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ വലിയ രീതിയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ എഡ്യൂക്കേറ്റി നടത്തുമ്പോഴുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ പറയാം. TCSന് ഉണ്ട് കേട്ടോ, പക്ഷേ കഴിഞ്ഞ് നമ്മൾ റിസർച്ച് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് എഡ്യൂക്കേറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ഡാറ്റ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട്, എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ട് പറയാം. അതായത് നമ്മുടെ പരീക്ഷ നടത്തുന്ന സമയത്ത് ഏറ്റവും ഒരു എക്സാമ്പിളിന് പറയുകയാണ്, ഇത് നടന്നതല്ല, ഇത് എക്സാമ്പിളാണ്, നടന്നിട്ടുണ്ട്. പക്ഷേ എക്സാമ്പിളിന് കേരളം എടുക്കുകയാണ്. കേരളത്തിലുള്ള ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, നേരെ പോയിട്ട് പരീക്ഷ എഴുതേണ്ട സ്ഥലമായിട്ട് വരുന്നത് അവർക്ക് ഡൽഹിയിൽ പോയിട്ട് പരീക്ഷ എഴുതേണ്ട ഒരു അവസ്ഥ വരികയാണ്. അത് ഏറ്റവും വേറൊരു നല്ല ഉദാഹരണം പറയുന്നത്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു കോണ്ടിനെൻ്റ്, ഈ ഒരു ഭാഗത്ത് നിന്ന് ഇന്ത്യൻ്റെ പാർട്ടായിട്ടുള്ള ഒരു ഐലൻഡായിട്ട് സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിലേക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം, അതായത് കുറേ ലോങ് ഒക്കെ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനായിട്ട് കൊടുക്കുകയാണ്. അപ്പം മെയിനായിട്ട് കുട്ടികൾ പോകാനുള്ള സാധ്യതയില്ല. പിന്നെ ഇതിന് ഏറെ പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് അത് പറഞ്ഞു പോവുകയാണെങ്കിൽ നേരെ നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒരുപാടധികം ഇഷ്യൂസ്, ഇതൊന്ന് മാത്രമാണ്. പിന്നെ കമ്പ്യൂട്ടറിൽ നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ കുറേ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, എഡ്യൂക്കേറ്റി അത് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും തെറ്റ് പറ്റും. ഇപ്പം ഏതൊരു വ്യക്തിക്കാണെങ്കിലും തെറ്റ് തീർച്ചയായിട്ടും പറ്റും. അത് തിരുത്തുന്നതിലാണ് തീർച്ചയായും നമ്മളായി മാറുന്നത് ആ ഒരു സമയത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ SSC MTSൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് നമ്മുടെ SSC GD കോൺസ്റ്റബിളിൻ്റെ പരീക്ഷ ഇത്ര ലാഗ് ആവുന്നതെന്ന് പലർക്കും സംശയമുണ്ട്. അത് ഇതിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആകുമെന്നുള്ളൊരു കാര്യം കൂടി എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് ഡിലേ ആവുന്നതെന്ന്. സോ നമ്മൾ തുടക്കം മുതൽ കാണുന്നതാണ്. 4-ാം തീയതി ഫെബ്രുവരി 4-നാണ് നമ്മുടെ പരീക്ഷ SSC നടത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. SSCൻ്റെ MTSൻ്റെ പരീക്ഷയാണ് കേട്ടോ. MTS എക്സാം നടത്താനായിട്ട് തുടങ്ങിയത് ഫെബ്രുവരി 4 മുതലാണ്. ഈ 4-ാം തീയതി തന്നെ ചില സെൻറ്റേഴ്സിൻ്റെ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ അത് ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ടാണ് പറഞ്ഞത്. ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ടായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു 10-ഓ 9-ഓ ഒരു നോട്ടീസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. 10-ഓ 9 അങ്ങനെ ഏതോ ഒരു ദിവസത്തിലെ ടെക്നിക്കൽ ഇഷ്യൂവിൽ വീണ്ടും
വീണ്ടും ആ പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഐ തിങ്ക് നമ്മൾ ഈ ഭാരതവന്ത് എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈമിൻ്റെ അടുത്തായിട്ട് 12, 13, 14 ആ ഒരു ഡേറ്റിൻ്റെ ഇടകളിലായിട്ട്, അതുപോലെ തന്നെ ആ ഒരു ഡേറ്റിൽ ഒന്നിലായിട്ട് ചില എക്സാമുകൾ പോസ്റ്റ്പോൺ ചെയ്തു. അത് അഡ്മിനിസ്ട്രേറ്റീവ് റീസൺ കാരണം മാറ്റിവെച്ചു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ടെക്നിക്കൽ ഇഷ്യൂ, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, അത് നമുക്കിപ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഇതിൻ്റെ മറവിൽ, ഇതൊരിക്കലും എൻ്റെ വേർഡ്സ് അല്ല, ഞാനിത് പല സ്ഥലത്തുനിന്ന് ഇതിനെ റിസർച്ച് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. നമുക്ക് പുറമേയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കി പറയാൻ പറ്റാതെ. ഇപ്പോൾ നമ്മൾ എപ്സ്റ്റീൻ ഫയലൊക്കെ കണ്ടിട്ടുണ്ടാകും. അതൊക്കെ പുറത്ത് വന്നപ്പോഴാണ് എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നത് എന്നുള്ളത് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ പല സോഷ്യൽ സിനാരിയോ ഞാനിതിൽ പറയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അത് മറ്റാരും അധിക്ഷേപിക്കാനല്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്ന സമയത്ത് ഇതിൻ്റെ നമ്മൾ നോക്കുമ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ മാത്രമാണ് നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ മറ്റൊരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ടെന്നുള്ളത് പല സ്ഥലങ്ങളിലും ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഉദ്യോഗാർത്ഥികൾ തന്നെ വീഡിയോ ഇടുന്നു, അതുപോലെ തന്നെ ഇതിന് പ്രതിഷേധിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അതിൻ്റെയൊക്കെ നിങ്ങൾ എവിഡൻസ് സോഷ്യൽ മീഡിയയിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഏറെ ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് ഒരുപാടധികം പേപ്പർ ലീക്കായി എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ എവിഡൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ഇവിടെ നിങ്ങൾ കാണുന്നത്, ആദ്യം തന്നെ കാണുന്നത് എക്സാം മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 9/2/2000 മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 2025 എക്സാം. 26 നടക്കുന്നെങ്കിലും 25 നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇത്. ഷെഡ്യൂൾ ഓൺ 9/2/2026 ഇൻ ഓൾ 3 ഷിഫ്റ്റ് ഫോർ ഓൾ കാൻഡിഡേറ്റ് അറ്റ് ഫോളോയിങ് വെന്യൂ ക്യാൻസൽഡ്. ഇത് ക്യാൻസൽ ചെയ്തു എന്നുള്ളൊരു നോട്ടീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. 2026 ഇപ്പോൾ നടക്കുന്ന പരീക്ഷയാണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം മറ്റൊന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എക്സാമിനേഷൻ ക്യാൻസലേഷൻ നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് MTS 2025 ടു ബി ഹെൽഡ് ഓൺ 10/2/2025. അപ്പോൾ അതും എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തത്. അങ്ങനെ ഒരുപാട് ക്യാൻസലേഷൻ നടന്നിട്ടുണ്ട് എക്സാം. ഇത് ഞാൻ നേരത്തെ തുടക്കത്തിൽ നമ്മുടെ SSCൻ്റെ വെബ്സൈറ്റ് കാണിച്ചപ്പോൾ അങ്ങനെ കുറച്ചുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിന് 2-3 എവിഡൻസ് ആയിട്ട് ഞാനിവിടെ കരുതിയെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇവിടെ സൂക്ഷിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മുടെ ന്യൂസിലൊക്കെ വന്നിട്ടുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ, അതായത് ഔദ്യോഗികമായിട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് ഒരു ഹൈ ലെവൽ തട്ടിപ്പായതുകൊണ്ട് ഇതിൻ്റെ മുമ്പ് നമുക്ക് ലോ ലെവൽ ഒരു തട്ടിപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു തട്ടിപ്പിലേക്ക് കിടക്കാം. ഇത് ലോ ലെവൽ തട്ടിപ്പിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. നിങ്ങൾക്ക് കണ്ടോ, 20,000 രൂപ 25,000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പേപ്പർ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പുകൾ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം. സോ ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പേപ്പർ വാങ്ങിയിട്ട് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, താങ്ക്സ് സാർ യു ആർ ജെനുവിൻ. പേപ്പർ ലീക്കാക്കുന്നവനെയാണ് സാർ എന്നൊക്കെ വിളിക്കുന്നത്. താങ്ക് യു സാർ യു ആർ ജെനുവിൻ. ജെനുവിൻ എന്ന് പറഞ്ഞിട്ട് February 5 വന്നിട്ടുള്ളൊരു മെസ്സേജ് പോയതാണ്. അപ്പോൾ February 5 രാവിലെ എത്തിയോ അല്ല 4 ഈവനിങ് ഷിഫ്റ്റിലോ ആണ് ഇവിടെ 10:32 AM ഈ മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ February 4 ആയിരിക്കാം, February 5 ഏതൊരു ദിവസത്തെ ആയിരിക്കാം ഒരു പേപ്പർ ചോർന്നതിൻ്റെ മുമ്പോട്ട് ഞാൻ കാണിക്കും ഓരോ കാര്യങ്ങൾ. താങ്ക് യു സാർ യു ആർ ജെനുവിൻ എന്ന് പറഞ്ഞിട്ടുള്ള. ആദ്യം സംശയം ഉണ്ടാവും നമുക്കിങ്ങനെ പേപ്പറൊക്കെ കൊടുക്കുമ്പോൾ, അതൊക്കെ ഉടായിപ്പായിരിക്കും, കാരണം 10-25,000 രൂപ കൊടുത്തിട്ടാണ് പേപ്പർ ലീക്ക് ആകുന്നത്. അപ്പോൾ ഇത് ഔദ്യോഗികമായിട്ട് ആരും കൺഫേം ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ന്യൂസ് ചാനലിലോ അല്ലെങ്കിൽ ന്യൂസ് ആർട്ടിക്കിളിലോ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഇതെന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട് ഈ കാര്യം. ഒരിക്കലും ഫേക്ക് ആണെന്ന് നമുക്ക് പറയാനും പറ്റില്ല, കാരണം അത്ര അക്യുറേറ്റ് ആയിട്ട് പേപ്പറുമായിട്ട് മേച്ച് ചെയ്ത് ഈ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതില്ല എന്ന് പറയാൻ പറ്റും. നമ്മൾ നേരിട്ട് കാണുന്നത് ഇതൊന്നും ഒരിക്കലും AI ക്രിയേറ്റഡും അല്ല. AI ക്രിയേറ്റഡ് നമുക്ക് ഒറ്റയടി കണ്ടാൽ മനസ്സിലാവത്തില്ല, അത് വേറൊരു കാര്യം. പക്ഷേ ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ടെലിഗ്രാമിൻ്റെ പേജൊക്കെ വെച്ചിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, ലവ് യു ബൈ ജോ പേപ്പർ ദിയാത്ത വോ സെയിം മില ഹെ താങ്ക് യു ബയ്യ. അതായത് ആ പേപ്പർ കൊടുത്തത് അത്രയും ആക്യുറേറ്റ് ആയിട്ട് വന്നതിന് നന്ദി പറയുകയാണ് ഈ സുഹൃത്ത്. നല്ല സുഹൃത്ത് തന്നെയാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നമുക്ക് അതിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങളിലേക്ക് കിടക്കാം. അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ലെവലിൽ എത്തുന്നതുകൊണ്ട് നമുക്കത് വിടാമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാരണം ഞാനത് വിടാനുള്ള കാരണം നമ്മുടെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ചാനലാണ്, അത് അധികം ഡിസ്കസ് ചെയ്ത് എങ്ങോട്ടെങ്കിലൊക്കെ പോയി പോകും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ മുമ്പിൽ ആദ്യം വരുന്ന ഇതാണ്, ഞാൻ ഒരുപാട് പേരെ കാണുന്നതാണ്. ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടായിട്ട്, അതുപോലെ തന്നെ എത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്ന ടീച്ചറുണ്ട്. ശരിയാണ്, അക്കാഡമികളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ മൈൻഡും കാര്യങ്ങളും, ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങൾ, അതായത് ഞാനിപ്പം PDF മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. കാരണം നല്ല രീതിയിൽ വരുന്നുണ്ട്, പഠിക്കാൻ കുട്ടിയൊക്കെ പറ്റുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷേ അവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാനും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളൊരു കോമ്പറ്റീഷൻ മൈൻഡിൽ പോകുന്നുണ്ടെങ്കിലും അതെന്താണ്,
തീർച്ചയായിട്ടും മറ്റൊരു രീതിയിൽ ഇതുവരെ ആരും ഒരു രീതിയിൽ ഒരു ഇതും ചെയ്തതായിട്ട് കണ്ടില്ല. കുറച്ച് പേരുണ്ട്, അത് വിടുക, പുറത്ത് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇവരൊക്കെ നല്ല രീതിയിൽ പരിശ്രമിച്ച് നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോരോ ഗ്ലാസ്സുകളാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കൊടുക്കുന്നത്. നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂഷനും കണ്ടിട്ടുണ്ട്, അവർ ഓരോരോ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ക്ലാസ് കൊടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഉടായ്പത്തരം കാണിച്ചിട്ട് ഓരോ സംഭവം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചൂടായി പോകും. അതുപോലെ ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലും ചൂടായിട്ടായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഓരോരോ കാര്യം സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അത് വിടാം, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങൾ നമുക്ക് വിടാം. നിങ്ങൾ കുട്ടികൾ എന്നുള്ള കാര്യത്തിലൊന്നും എടുത്തു നോക്കിയാൽ, കുട്ടികളായിട്ടുള്ള നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് നേരെ പോയിട്ട് പരീക്ഷ ചെയ്താണ്. നമ്മൾ നല്ല രീതിയിൽ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത്, ചിലപ്പം ചേട്ടൻ്റെ മാരേജ് ഉണ്ടാവും, അനിയത്തിൻ്റെ ബർത്ത്ഡേ ഉണ്ടാവും, അല്ല മറ്റു കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഫാമിലി ഫംഗ്ഷൻസ് നമുക്ക് ഏറെ വാല്യുബിൾ ആയിട്ടുള്ള ടൈമുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് അതിന് പുല്ല് വില പോലും തരാത്ത ആൾക്കാരാണ് ഇതെന്ന് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പിന്നെ നമുക്ക് ഈ ഡീറ്റെയിൽസ് നോക്കാമെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ചെക്കൻ ചോദിച്ചാണ് 4/2/2026 MTSൻ്റെ സെക്കൻഡ് ഷിഫ്റ്റ് പേപ്പർ മിലേഗ അത് കിട്ടുമോ എന്നുള്ള ചോദിച്ചാണ്. ഒരു ചോദ്യം ചോദിച്ചതാണ്, പ്ലീസ് കിട്ടുമെന്ന്. അവൈലബിൾ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പേപ്പറിൻ്റെ പൈസയാണ് 20,000 രൂപ. ആദ്യം അഡ്വാൻസ്ഡ് ആയിട്ട് 10,000 കൊടുക്കണം, പരീക്ഷ കഴിഞ്ഞാൽ 10,000 കൊടുക്കണം. ഈ 10,000 കൊടുത്തിട്ടില്ല എന്തോളം ചെയ്യാം? ജസ്റ്റ് അത് കൊടുക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടല്ല ഞാൻ ചോദിച്ചത്, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അതിന് ചിലപ്പോൾ ഇവർ കേസ് നടത്താൻ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. കാരണം ഇങ്ങനത്തെ ഉടായ്പ പരിപാടി നടത്തിയിട്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യാണ്, കാണിച്ചു തരികയാണ്. ഇവിടെ കാണാൻ സാധിക്കും ഇത് നല്ല രീതിയിൽ കുട്ടികൾ പേയ്മെൻറ്റ് ചെയ്ത് വാങ്ങുന്നുണ്ട്. 20,000 രൂപ. നേരത്തെ കണ്ട ആ സെയിം സ്ക്രീൻഷോട്ടിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 20,000 രൂപക്ക് അത് കൊടുക്കുന്നത് MTSൻ്റെ PDF അയച്ചു കൊടുക്കുന്നു. 15 MBൻ്റെ അടുത്ത് വരുന്നു. അപ്പോൾ അവിടെ ഒന്ന് ബ്ലോക്കായി. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തതാണ്, റെക്കോർഡിംഗ് ആണ് പോസ്റ്റ് ആയി പോയത്. എനിവേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് പേര് ഇങ്ങനെ ഓരോരോ പേപ്പർ വാങ്ങുന്നുണ്ട്. പൈസ കൊടുത്തിട്ടും പല രീതിയിൽ ഇങ്ങനെ പേപ്പർ വാങ്ങിയിട്ട് പഠിച്ചിട്ട് 25,000 രൂപ പേപ്പറിന് പെയ്ഡ് ചെയ്യേണ്ട, 25,000 രൂപ. തേർഡ് ഷിഫ്റ്റ് ഉണ്ടാവുമോ, അങ്ങനെ പല പല കാര്യങ്ങൾ ചോദിക്കുന്നത്. ഇതൊരിക്കലും ഫേക്കല്ല, ഓരോന്നിൻ്റെ സ്ക്രീൻഷോട്ടും ഓരോരോ ഭാഗങ്ങളുമാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കൊടുക്കുന്ന ഒരു ടെലിഗ്രാം പേജിൻ്റെ ലോഗോവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ടോപ്പിലായിട്ട് എക്സാം പേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി നമുക്ക് ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എക്സാം പേപ്പർ ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈലൈറ്റ് പേരിലൊക്കെ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് നമുക്ക് വിടാമെന്ന് പറയുന്നില്ല, അത് വിടാൻ പറ്റിയൊരു കാര്യമല്ല. തീർച്ചയായിട്ടും ഓരോ ഉദ്യോഗാർത്ഥിൻ്റെ കണ്ണീരും വിഷമങ്ങളും, കണ്ണുനീരുണ്ട്. ഓരോ ഉദ്യോഗാർത്ഥിയും പഠിക്കുമ്പോൾ കിട്ടുന്ന കുത്തുവാക്കുകളും കാര്യങ്ങളും കണ്ണുനീര് തന്നെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൻ്റെ ഇടയിൽ ഇവന്മാരെ പോലുള്ള ആൾക്കാർ ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടുള്ള യുക്തിക്കോ അല്ലെങ്കിൽ പറയാൻ അതിൻ്റെ അപ്പുറം കാര്യങ്ങളില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ഫ്രണ്ട്ലി ചാനലാണ്, ഇതിൽ മറ്റ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഇമാതിരി പരിപാടി ചെയ്യുന്നത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. മാന്യതയുടെ ഭാഷയിലാണ് പറയുന്നത്. ഇമാതിരി കാര്യങ്ങളൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതിനൊക്കെ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കുക തന്നെ വേണം. ഈ അടുത്ത് നമ്മുടെ കേരള PSCയിൽ ഉണ്ടായിരുന്നു ഒരു ചീറ്റിംഗ് നടത്തിയ, ഹൈടെക് ചീറ്റിംഗ് നടത്തിയിട്ട് അവൻ്റെ അക്കൗണ്ട് മൊത്തത്തിൽ മറിയുക. അതിനൊക്കെ PSCനെ ഞാൻ തീർച്ചയായിട്ടും അംഗീകരിക്കുകയാണ്. ഹൈടെക് SSCയും ചെയ്യും, SSCയും തീർച്ചയായിട്ടും ചെയ്യും. SSCനെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. SSC 5 വർഷം 7 വർഷം കൃത്യമായിട്ട് അതിൻ്റെ ഡാറ്റ ഉണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. അക്കൗണ്ട് പെർമനൻ്റ്ലി ആ ഒരു ടൈമിലേക്ക് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവനിക്ക് അപ്ലൈ ചെയ്യാനും പറ്റില്ല. GDക്കൊക്കെ ആകെ 23 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. GD ആണെങ്കിൽ MTS ആണെങ്കിൽ 25, 27 അങ്ങനെ പല ഏജുകളുണ്ട്. ഓരോരോ പോസ്റ്റിന് ഡിഫറൻ്റ് ആയിട്ടുണ്ട്. എനിവേ 7 വർഷം 8 വർഷം എന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 വർഷം 9 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴേക്കും ഇവനിക്ക് പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ അടുത്ത ചീറ്റിംഗ് കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും അവനൊരു പേടി ഉണ്ടാവും, പിന്നെ പിടിക്കപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഒരിക്കൽ പിടിച്ചതാണല്ലോ, പിന്നെ അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കത്തില്ല. അപ്പോൾ ഈ അടുത്ത് PSCൻ്റെ കാര്യം അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. PSC അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിട്ട്, അതായത് PSCയിൽ അങ്ങനെ ഒരു ഹൈടെക് കോപ്പി അടി, ഐ തിങ്ക് കണ്ണൂരാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ് കണ്ണൂരാണ്. ബ്ലൂടൂത്ത് സ്പീക്കറും ബ്ലൂടൂത്ത് സ്പീക്കറല്ല, ബ്ലൂടൂത്ത് ഡിവൈസും അതുപോലെ തന്നെ ബട്ടൺ ക്യാമറയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹൈടെക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നോർമലി നോക്കുമ്പോൾ അതൊരു ഹൈടെക് തന്നെയാണ്. ഫുൾ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ആ ഒരു സംഭവം എന്ത് ചെയ്തു, വളരെ എളുപ്പത്തിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്തിരൻ സിനിമയിൽ മറ്റേ റോബോട്ട് ആ ഒരു ആക്ട്രസ് ഉള്ളിലിരുന്ന് പരീക്ഷ എഴുതുമ്പോൾ പുറത്തുനിന്ന് ബ്ലൂടൂത്ത് ഡിവൈസിൽ പറഞ്ഞു കൊടുക്കുന്ന അതേ സെറ്റപ്പ് തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ക്യാമറ കൂടി ഉപയോഗിച്ചു എന്നുള്ളൊരു കാര്യമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒഫീഷ്യലി കൺഫേം ആയിട്ടുള്ളൊരു ന്യൂസാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ന്യൂസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് ആർട്ടിക്കിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ സംഭവം എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് ആ ഒരു പേജ് അടക്കം ഞാൻ ഇവിടെ പ്രൂഫിന് കൊടുത്തിട്ടുണ്ട്. 14 ഫെബ്രുവരി 2026 ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. രാത്രി 8 മണി PM ഒരു പോസ്റ്റിംഗ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ചുരുക്കി മലയാളത്തിൽ പറഞ്ഞുതരാം. അതായത് ഒരു വിഭാഗം, അതായത് തട്ടിപ്പ് രീതി തന്നെ ആദ്യം ഞാൻ പറഞ്ഞത്. തട്ടിപ്പ് രീതി പരീക്ഷാ കേന്ദ്രത്തിൻ്റെ താഴെയായിട്ട് ഇവർ താഴത്തെ നിലയിലായിട്ട് രഹസ്യമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള സെർവർ മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് പരീക്ഷാ ഉദ്യോഗാർത്ഥികളുടെ കമ്പ്യൂട്ടർ നൈസായിട്ട് ഇവർ ഹാക്ക് ചെയ്യും. ചെയ്തതിന് ശേഷം തട്ടിപ്പ് ഇങ്ങനെയാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് ആക്സസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്
പുറത്ത് നിന്നിട്ട് പരീക്ഷാ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ചോദ്യം ഉണ്ടാക്കി അല്ലെങ്കിൽ ചോദ്യം അറ്റൻഡ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പരീക്ഷ ചെയ്താണ്, സുഖമായിട്ട് 4 ഓപ്ഷൻ ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ് കേട്ടോ പറയുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്, ഒരു ചോദ്യം വായിക്കുന്നു. നമ്മുടെ PSC, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു PSC അത്ര ഹൈടെക് എന്ന് പറയാത്തത്, ഇത് അതിനേക്കാളും ഹൈടെക് ലെവലിലാണ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കമ്പ്യൂട്ടർ മൊത്തത്തിൽ ഹാക്ക് ചെയ്തിട്ട് ഇവർ പുറമേ ഇരുന്നിട്ട് ഇവർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കൊടുക്കുകയാണ്. ഈ സംഭവം ഇങ്ങനെ ഇവർ ചെയ്തു കൊടുത്തത് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, പുറമേ ഇരുന്നിട്ട് കമ്പ്യൂട്ടർ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് എഴുതി കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇങ്ങനെ ഒരു തട്ടിപ്പ് സംഘം അത് മറ്റൊരു രീതിയിൽ ഉണ്ടായിരുന്നു. സോ ഫൈനലി എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, ഇങ്ങനെ ഒരുപാടധികം ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് നല്ലതായിട്ടുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അവരുടെ ചോര നീരാക്കിയിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പണിക്ക് പോകുന്നു, വരുന്നു, പഠിക്കുന്നു, അവരുടെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന സംഭവം മുഴുവൻ ഒഴിവാക്കുന്നു. വളരെയധികം അത് എനിക്ക് പറയാൻ വാക്കുകൾ തന്നെ കിട്ടുന്നില്ല. ഓരോരോ വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. ഞാൻ പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമൊന്നും ഇല്ല അതിൽ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഇങ്ങനെ ഇത് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടില്ല, പക്ഷേ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ കോമൺ ആയിട്ട് മത്സരിക്കുന്ന ഒരു വേക്കൻസി ആണല്ലോ SSC MTS എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത്ര ഉചിതമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല, നല്ലതല്ല ആ ഒരു സംഭവം. അപ്പോൾ ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ ടെക്നിക്കൽ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ സെൻറ്ററുകളിലുള്ള എക്സാം മാറ്റി വെച്ചത് ഈ ഒരു റീസൺ കൊണ്ടാണെന്നൊക്കെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതൊക്കെ ഒരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ ഒരു ഏകദേശം കാര്യങ്ങൾ ഇത്ര നേരം ഡാറ്റ അനലൈസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്ത സമയത്ത് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞതാണ്. ഇത് വളരെ ചുരുക്കം മാത്രമാണ്. ഇതും ഒഫീഷ്യലായിട്ടുള്ള ഒന്ന് നമ്മൾ ആഡ് ചെയ്തു, പിന്നെ ഏകദേശം കൺഫേം ആണെന്നുള്ളൊരു കാര്യം ആഡ് ചെയ്തു. ഇതിൻ്റെ പുറമെ മറ്റു കുറേ ഉണ്ട്, പക്ഷേ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അധികവും നടക്കുന്നത്. ഇപ്പം പറഞ്ഞ ഈ ഒരു ചീറ്റിംഗ് ഉണ്ടല്ലോ, 10 ലക്ഷം രൂപയാണ് അതിന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പുറത്ത് നിന്നിട്ട് പരീക്ഷയിൽ ആൻസർ ചെയ്ത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, പരീക്ഷയിൽ ആൻസർ ചെയ്ത് കൊടുക്കുന്നതിന് 10 ലക്ഷം രൂപേൻ്റെ അടുത്താണ്, ആ ആർട്ടിക്കിളിലുണ്ട് സംഭവം, 10 ലക്ഷം രൂപേൻ്റെ അടുത്താണ് അനൗൺസ് ചെയ്തിട്ടുണ്ടായത്, അല്ല കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 16ഓളം കുട്ടികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ 10 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ സമയത്ത് പഠിച്ചിട്ടുണ്ട്, 10 ലക്ഷം രൂപ കയ്യിലും ഉണ്ടാവും, പരീക്ഷ എഴുതി ജയിക്കാനും പറ്റും. SSC MTS ഒക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. ഒരു 6-7 മാസം കൺസിസ്റ്റൻസിയോട് കൂടി നല്ലൊരു ഇരുന്ന് കഴിഞ്ഞാൽ പാസ്സാകാൻ പറ്റുന്ന പരീക്ഷയുള്ളൂ. അതിന് ഇരിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇവരുടെ ഒരു ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഷോർട്ട് കട്ടിൽ ജയിക്കാൻ നോക്കിയാൽ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ പിടി വീഴും. അതാണ് ഇപ്പം കണ്ടിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള മെത്തേഡൊന്നും ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീക്രട്ടായിട്ടെങ്കിലും SSCനെ അറിയിക്കാനായിട്ട് പറ്റണം. തീർച്ചയായിട്ടും SSCൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, അതുപോലെ നമ്മുടെ റീജിയണൽ SSC KKRൻ്റെ നമ്പർ നിങ്ങൾക്ക് ലഭ്യം. ഓൾസോ നിങ്ങൾക്ക് SSCൻ്റെ വിവിധ സപ്പോർട്ടിങ് കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സപ്പോർട്ടിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. മെയിലുണ്ട്, അതുപോലെ തന്നെ നമ്പറുണ്ട്. ഇതിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും ഉടായ്പ നടത്തിയിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ സെൻറ്ററിൽ ആരെങ്കിലും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പല രീതിയിൽ ഉടായ്പ നടക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യാനേ ചെയ്യുക. കാരണം നിങ്ങളാണെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിലും നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ ഏറ്റവും നല്ലത് നിങ്ങൾ തന്നെ ഒരു ഉദാഹരണമാണ്. നിങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്, വണ്ടിക്കൂലിയും കൊടുത്ത് പരീക്ഷാ സെൻറ്റർ വരെ പോയി ഏകദേശം ഒരു ദിവസം മുഴുവൻ പാഴാക്കുന്ന ആൾക്കാരുണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം. അപ്പോൾ ഇങ്ങനൊരു കാര്യം നമുക്ക് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനായിട്ട് പറ്റുന്നതല്ല. അതുകൊണ്ട് തീർച്ചയായും റിപ്പോർട്ട് ചെയ്യും ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ. അത് തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഒരു ധാരണ വന്ന് കാണുമെന്ന് കരുതുന്നു. തീർച്ചയായും ബാക്കി വരുന്ന അപ്ഡേറ്റുകൾ, ഒഫീഷ്യലായിട്ട് വരുന്ന അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ നിങ്ങളിലേക്ക്, ഇതുപോലെയല്ല നമ്മളെന്നും ചെയ്യുന്നത് പോലെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.